ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു മന്ത്ലി റീസെറ്റ് വ്ളോഗാണ്. അപ്പോൾ ഇത് ഞാൻ മഴയൊക്കെ ഉണ്ടായിരുന്ന ആ ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു ന്യൂ അക്കാദമിക് ഇയറിൻ്റെ പ്രിപ്പയറും കൂടെ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഡീപ്പ് ക്ലീൻ ആയിട്ട് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ബെഡ് മാറ്റിയിടാമെന്ന് വെച്ചു. പിന്നെ വിൻഡോൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി ഒന്ന് അടിച്ചു വരി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴായിരുന്നു. പിന്നെ ഞാനൊരു മാഗിയും പിന്നെ ചെറിയൊരു മൊജിറ്റോയും കൂടെ ഉണ്ടാക്കിയിട്ട് ബാക്കി ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യുന്ന ഷീറ്റാണ്. അപ്പോൾ അതെനിക്ക് ഓർഡർ ഉണ്ടായപ്പോൾ മേടിച്ചതായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ 2 ഫ്രെയിമും കൂടെ ഉണ്ട്. പിന്നെ കോളേജിലേക്കൊക്കെ ആവശ്യമായിട്ട് ഞാനൊരു ഫയലും കൂടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതും കോളേജിലേക്ക് വേണ്ടി നോട്ട് ചെയ്താൻ വേണ്ടി മേടിച്ചതാണ്. പിന്നെ 3 ബ്ലൂ ഇങ്കും പിന്നെ ജങ്ക് ജേണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ഇങ്കിൻ്റെ പെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു വൈറ്റ് ജെൽ ടൈപ്പ് പെന്നാണ്. പിന്നെ ഇതും ജേണൽ ചെയ്യാൻ വേണ്ടി തന്നെ മേടിച്ചതാണ്, ഫെവിസ്റ്റിക്കിൻ്റെ. പിന്നെ ഓർഡറിലേക്ക് വേണ്ടിയിട്ടും പിന്നെ ജേർണലിങ്ങിന് വേണ്ടിയിട്ടും കുറച്ച് സാധനങ്ങൾ പ്രിൻറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് എനിക്ക് ടേബിളിൻ്റെ സൈഡിലുള്ള ബോർഡിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു സ്റ്റിക്കർ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ജേർണലിങ്ങിന് വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ഞങ്ങൾ മെയ് മന്തിൻ്റെ ഫസ്റ്റ് ടൈമിലൊക്കെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ധനുഷ്കോടിയിലേക്ക്. അപ്പോൾ ആ പോയ ട്രിപ്പിൻ്റെ ഒരു മെമ്മറി കാർഡ് പോലുള്ളൊരിത് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പ്രിൻ്റ് എടുത്തത്. അപ്പോൾ ഇത് നോർമൽ A4 ഷീറ്റിൽ കളർ പ്രിൻ്റാണ് എടുത്തത്. അപ്പോൾ ഈ ധനുഷ്കോടിനെ എഴുതിയൊക്കെ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഒട്ടിക്കുന്നത് ഡ്രോയിങ് ബുക്കിൻ്റെ ഷീറ്റിലാണ്. പിന്നെ വെക്കേഷൻ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ മെയ് മന്തിൽ ഹെഡിങ് ഒക്കെയാണ് കൊടുത്തത്. മെയിനായിട്ട് ധനുഷ്കോടിയാണ് പോയതെങ്കിലും അവിടെ നിന്ന് 3-4 സ്പോട്ടിലേക്ക് വേറെയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൻ്റെ വ്യൂ ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. പഴനി, ആദിയോഗി, പിന്നെ പാമ്പൻ ബ്രിഡ്ജ്, അങ്ങനെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ സ്പോട്ടും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയറും പോയ ഡേറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ധനുഷ്കോടിനെ പറ്റി ചെറിയൊരു കോട്ടും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പിക്ചർക്ക് കുറച്ചും കൂടെ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് എയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സൈഡിലും ചെറിയ വാഷി ടേപ്പും കൂടെ ഒട്ടിച്ച് കൊടുക്കുവാണ്. പിന്നെ ഞാൻ പ്രിൻ്റ് എടുത്തതിലുണ്ടായിരുന്ന ആ ലെറ്റേഴ്സൊക്കെ മെമ്മറി എന്ന് പറഞ്ഞിട്ട് ഒട്ടിച്ച് കൊടുക്കുവാണ്. അപ്പോൾ മെമ്മറി കാർഡ് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ കാണുമ്പം അടിപൊളി ഫീലിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതൊരു മെമ്മറബിൾ ട്രിപ്പും കൂടെ ആയിരുന്നു. അടുത്തത് ജൂൺ മന്തിലെ കലണ്ടറാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വൈറ്റ് ഇങ്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം വൈറ്റ് ഇങ്ക് വാങ്ങിയപ്പം അത് വെച്ച് കലണ്ടർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു കാർഡ് തന്നെ എടുത്തിട്ട് സ്റ്റാൻഡിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഡ്രോയിങ് ഷീറ്റിൻ്റെ പേപ്പറിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ലൈൻസ് വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞ മന്ത് ചെയ്തിരുന്ന കലണ്ടറാണ്. അപ്പോൾ ഇനി ഇതിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ ഞാൻ അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബ്രൗൺ ഷീറ്റ് അതിന് മേലെ ഡബിൾ സൈഡ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വെച്ചു. എന്നാൽ പിന്നെ അടുത്ത മന്തും ഇതുപോലെ തന്നെ ചെയ്താൽ മതിയല്ലോ.
ലാസ്റ്റ് അടിയിലൊരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഇനി ലാസ്റ്റ് ആയിട്ട് ഈ ഒരു വ്ളോഗിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ജേർണലിങ് ചെയ്യാം. അപ്പോൾ ശരിക്കും ഒരു മന്ത്ലി റീസെറ്റ് വ്ളോഗ് എന്നൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് ജേർണലിംഗ് ആണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ മെയ് മന്തിൽ എന്തെങ്കിലും ഒരു കാര്യം ആഡ് ചെയ്ത് ചെയ്യാമെന്ന് വെച്ചു. അപ്പം 2 സൈഡിലും ഇതുപോലെ ബ്രൗൺ കളർ ഷീറ്റാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ആൽഫബറ്റ്സ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയ് മന്തിൻ്റെ ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ശരിക്കും ഇങ്ങനെ ലെറ്റേഴ്സ് പ്രിൻ്റ് എടുത്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഒരു ജേർണൽ ഞാൻ എൻ്റെ ഐഡിയക്ക് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ എല്ലാം ഒട്ടിച്ചൊന്നും കൊടുക്കുന്നില്ല. ഓരോ ഭാഗത്തും ചെറിയ ചെറിയ ഫിനിഷ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ കോഡ്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് സൈഡൊക്കെ കൈ വെച്ചിട്ട് തന്നെ കീറി കൊടുക്കുവാണ്. പിന്നെ ഈ ഒരു പേപ്പർ പീസിൻ്റെ 2 സൈഡിലും വാഷി ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെയായിട്ടും കുഞ്ഞ് വാഷി ടാപ്പാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ മറ്റേ പേജിലും അതുപോലെ തന്നെ പേപ്പറിൻ്റെ പീസ് വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. കാരണം വേറെ ഒന്നും അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഐഡിയ വരുന്നില്ലായിരുന്നു. പിന്നെ ഈ ഒരു ജേർണൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരിക്കിൻ്റെ ന്യൂ എപ്പിസോഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ട് ആ ഒരു പേജിൽ തന്നെ റെയിനി എന്ന് പറഞ്ഞിട്ട് ആൽഫബറ്റ്സ് കട്ട് ചെയ്ത് ഒട്ടിക്കാന്ന് വെച്ചു. കാരണം ആ ഒരു പേജ് ഇങ്ങനെ ബ്ലാങ്ക് ആയി കിടക്കുമ്പം ഒരു സുഖമില്ലായിരുന്നു. പിന്നെ ആ ഒരു സൈഡിൽ ചെറിയ വാഷി ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുത്തു. ബ്രൗൺ ഷീറ്റിൻ്റെ 2 സൈഡിലും ഇതുപോലെ തന്നെ വൈറ്റ് ഇങ്ക് വെച്ചിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ ഒട്ടിച്ച പേജിലൊക്കെ ഞാൻ കോഡ്സും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ബ്രൗൺ കളർ ഷീറ്റിൽ ഞാൻ കട്ട് ചെയ്തിട്ട് അതിലും കോഡ്സ് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലായിട്ട് വാഷി ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ജേർണലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേക്കുക.